ഇജോടെ എല്ലാം ഞാൻ പറഞ്ഞല്ലേ? ഓക്കെ വന്നിട്ട് പറയാം. ബോസേ ഇജ്ജൊന്ന് അടങ്ങ്, ഓള് വരും. ഇജ്ജ് എന്തിനാണ് കിടന്ന് പഠിക്കണത്? അത് ഇജ്ജ് നല്ല ആലോചിക്കണം. എൻ്റെ പെരയിലെ കാര്യം കണക്ക് അറിയാലോ. എൻ്റെ ഉപ്പ ഇക്കാക്ക അവര് വെറുതെ ഇരിക്കൂല. അനക്കൊല്ലി പൊയ്ക്കങ്ങായി. അതല്ല ബോസേ, ഇജ്ജ് എൻ്റെ ഉമ്മാനോട് പറഞ്ഞിരിക്കണം. ഉമ്മാനോട് പറഞ്ഞു. മുറി തുറന്നു വന്ന വണ്ടിയുടെ ചാവി എടുത്തെന്ന് ഉമ്മ. ഉമ്മ എന്ത് ചെയ്യാനാണ്ട? എല്ലാം തീരുമാനിക്കുന്ന ഉപ്പയും ഒക്കെ അല്ലേ. എന്നത്തേം പോലെ ഒരുപാട് കരഞ്ഞു. തൻ്റെ കിസ്മത്ത് പോലെ വരും എന്ന് പറഞ്ഞു. ഇത് വണ്ടി കയറി കാര്യങ്ങൾ പറയാം. പറഞ്ഞാലേ വണ്ടി കയറും. വാ വേഗം കയറി നിങ്ങൾ. വണ്ടി എടുക്കും. അമ്പലക്കുളം പയ്യട്ടാ പോകുന്നത്. കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഇക്കൻ പാപ്പൻ 3 ദിവസമായിട്ട് മുറി കൂട്ടിട്ടിരിക്കണേ. 21 വയസ്സായി. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിലെ കാര്യം അറിയാലോ എനിക്ക്. ഏട്ടനറിഞ്ഞ ആകെ പ്രശ്നമാവും. എൻ്റെ വീട്ടിലില്ല പ്രശ്നങ്ങൾ. സൈനുവിൻ്റെ പരിചയത്തിലൊരു പോലീസുണ്ട്. എടാ മധു സാറിനല്ലേ പേര്? മധു സാർ. ഈ മധു സാറ് അവിടെ സ്റ്റേഷനിലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും. ബാക്കി പിന്നെ മൂപ്പര് റെഡി ആയിക്കോളും. പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? ഞാൻ എന്റെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല. ഈ ഉമ്മച്ചിയോട് പറഞ്ഞോ? നമ്മൾ ഒളിച്ചോടിപ്പോയി രജിസ്റ്റർ ഒന്നുമല്ലല്ലോ ചെയ്യുന്നത്. ആണോ? ഈ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനമാണോ? സൈനു വണ്ടി നിർത്തിക്കാണ്. എന്ത് ഇറങ്ങിക്കോ. ഇറങ്ങിക്കോളാൻ. അനക്കെന്നെ വിശ്വാസമില്ലല്ലോ അല്ലേ? നിങ്ങൾ എന്ത് കളിയാണ് ഈ കളിക്കുന്നത്? ഇക്ക് സ്കൂൾ കുട്ടികൾ എടുക്കാണ്ട്. എന്തെങ്കിലും ആവശ്യം പിടിച്ചോ. മധു സാറുണ്ടാ? മധു സാറ് ലീവാണല്ലോ. ലീവാ? ലീവാ? ഹലോ എടാ, മധു സാർ ലീവാണല്ലോ. ശരി വാ, എസ്ഐനെ കാണാം. എങ്ങട്ടാ? എസ്ഐനെ കാണാൻ. ബാക്കിയുള്ള സിനിമ വന്നിരിക്കാണല്ലോ. അവിടെ പോയിരിക്കാൻ. നമസ്കാരം, പനീർ പോലീസ് സ്റ്റേഷൻ. സാറേ അത് ചെയ്യാം സാർ. ട്രാഫിക് ആളെ വിട്ടിട്ടുണ്ട്. ഓക്കെ സാർ, ശരി. സാർ ഇന്നലെ 5 കേസ് റിപ്പോർട്ടായിട്ടുണ്ട്. 2 സ്കൂട്ടർ കേസാണ്. 1 മദ്യപിച്ച് വാഹനം ഓടിച്ച കേസാണ്. ഒരു അടിപിടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാർ ഇന്ന് പൊന്നാനി MS കോളേജിൽ SFയുടെ വിദ്യാർത്ഥി സമരമുണ്ട് സാർ. അതിന് സാറ് സ്ട്രെങ്ത് അയച്ചിട്ടുണ്ട് സാർ. സാറ് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ സാറ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർണയുള്ള കാരണം ARന് സ്ട്രെങ്ത് വിളിച്ചിട്ടുണ്ട് സാർ. അത് എത്തിയിട്ടുണ്ട് സാർ. അത് സംഭവ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് സാർ. സാർ പറഞ്ഞ നിർദ്ദേശങ്ങൾ ക്ലിയർ ആണ്. മറ്റു വിശേഷങ്ങളൊന്നും സാർ. ഗുഡ് മോർണിംഗ് സാർ. 33 ടൈഗർ കോളിംഗ് ഓവർ. എത്ര നേരമായി? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. സാർ മെസ്സേജ് വ്യക്തമായിട്ടില്ല. ഒന്നും കൂടി പറയാം, ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. AR ക്യാമ്പിൽ നിന്നും വിളിക്കുന്നത്. ഞാൻ ഇന്നലെ വിളിക്കാൻ പറഞ്ഞല്ലേ? ഒരു മിനിറ്റ്. സമയം അറിഞ്ഞിട്ട് സർക്കാർ ജോലിക്ക് പോകാനൊന്നുമല്ലോ. അടിച്ചതേ. പറയേ. വേണ്ട ഇനിയിപ്പോൾ നാളെ വന്നാൽ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കണ്ടേ? സാറേ, അച്ഛൻ
തന്നെ രാത്രി വിളിച്ചല്ലടാ, ഇപ്പോഴാണോ വരുന്നത്? അതിന് അവനങ്ങ് ഭയങ്കര ബിസി. നിങ്ങൾ ഉണ്ടാക്കുന്ന വണ്ടിയും വില ഒഴിവാക്കലാണ് എന്റെ പണി. സ്റ്റേഷൻ അതിന് ഞാൻ പെണ്ണ് പിടിച്ചിട്ടല്ലോ, കള്ളു പിടിച്ചിട്ടല്ലോ ഇവിടെ. എന്താടോ ഇപ്പൊ എത്തും. സാറേ അപ്പുകാർക്ക് ജാമ്യം എടുക്കാൻ വന്നു. അധികം ചെല്ല് ചെല്ല്. എന്നെ മാത്രം ജാമ്യത്തിൽ ഇറക്കിയാൽ പോലെ, എന്റെ കൂടെ വേറെ 2 പേരുടെ ഉണ്ട്, അവരെ കൂടെ ജാമ്യത്തിൽ. പിന്നെ അതിന് അവരുടെ വീട്ടിൽ നിന്ന് വേറെ ആള് വരും, എനിക്ക് വേറെ പണിയുണ്ട്. എന്നാ പിന്നെ നീ നിന്റെ പണി നോക്ക്. അല്ല പിന്നെ ഡോ അപ്പോരാ ഇങ്ങോട്ട് വന്നേ. ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ നായന്മാരല്ലേ, തനിക്ക് എന്നെ പോലെ വീട്ടിലിരുന്ന് കുടിച്ചുകൂടാ? അതിന് എനിക്ക് വീട് വേണ്ടേ? എല്ലാം എവന്റെ പേർക്കും എഴുതി കൊടുത്തില്ല. വിളിച്ചോണ്ട് പോടോ. അല്ല സാറേ, ഒപ്പ് കോപ്പ് വിളിച്ചോണ്ട് പോടോ. ഇനി വഴിക്ക് കണ്ടുപോരുത്. വാ. അതെ, എവന്റെ മിടുക്കൊണ്ടൊന്നും അല്ല, നായരായതുകൊണ്ടാ. വാ ഓട്ടോ സാറേ. വന്ന് വണ്ടി കയറി. നീ പോ അവിടുന്ന്, എവനെ കൊണ്ടുപോയിക്കും. അവന്റെ സ്നേഹം. നീ ചൊരിച്ചല് നീക്കണമെങ്കിൽ 2 അടിച്ചാലേ പറ്റൂ. എന്റെ പിന്നെ ഞങ്ങളില്ല. വെള്ളം വല്ലതും കുടിക്കുന്ന വേണ്ട. ബോഡോ ഹേ? Borno hai, asam asam, sumongal. നോ ബോഡോ. Mu kago dai khunda mare dei song song. എന്താ എന്താ വാട്ട് Hey tu song song. Mor side mo ayesu, hi ago tai mu khunda mare dise. Moi horon bojaisu. Hi amuk mare dise ago tai. എന്ത് പറഞ്ഞു? എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഉണ്ടായതെന്താ വെച്ചാൽ ഇവൻ ആ ജംഗ്ഷനിൽ നിന്ന് വരുന്ന സമയത്ത് 2 പയ്യന്മാര് ബൈക്കിൽ വരായിരുന്നു. ആ ജംഗ്ഷൻ വെച്ച് ഇവന്റെ ബൈക്ക് അവർ കയറിടിക്കുക. ഇവൻ അങ്ങോട്ട് കയറി No hai, moi no hai. Hi mu kago tai mare dise. Mor side mo goisu. Hi moi horon bojaisu. Hi ago tai muk mare ഒരു dise. കാര്യം ചെയ്യ്, ഇവനെ പുറത്തോണ്ട് ഇരുത്ത്. Go outside. Sir moi khunda marana. Hi mu kago tai mare dise. പിടിച്ച് പുറത്തോണ്ട് ഇരി. Go go go. Go. Moi marana khunda. അവിടെ ഇരിക്കടാ, ഇരിക്കടാ. ഞാനും ജുബൈദും കൂടെ വണ്ടി ഓടിച്ചു കേട്ടിനെ വിളിച്ചിട്ടുണ്ട്. ആ ഷഫീഖേ, എന്താ കാര്യം? ജുബൈദയുടെ ഒന്ന് പറഞ്ഞു. ജുബൈദ് വിട്ടുണ്ട്. ഞാനും ജുബൈദും കൂടെ വണ്ടി ഓടിച്ചു പോയി. എസ് എ വന്നിട്ടില്ലടോ, ഞാൻ വിളിക്കാം. അത് 13ാമത്തെ മാറ്റി വെച്ചിട്ടുണ്ട് അത്. ഉണ്ട് ഓ അത് ഞാൻ ആളെ വിടാം. സാറേ, എസ് ഐ സാർ എപ്പോഴാ വരുമോ? എസ് ഐ സാറ് വരാറുണ്ട്, അവിടെ ഇരിക്കും. നായർ സാർ, കേട്ടിട്ടുണ്ടോ ഒന്ന്? എന്താ ഈ പ്രശ്നം? അതെ, 2 ചെക്കന്മാർ ഇപ്പൊ വേണ്ടപ്പെട്ട കുട്ടികളാ. ഓരിങ്ങനെ ബൈക്കിന് വരുമ്പോ ഒരു ബംഗാളി ഇങ്ങോട്ട് വരികയാണ്. ശരിക്കും സാറിനോട് പറഞ്ഞു കൊടുക്കുക. എന്തുണ്ട്? അതെ sir, ഞങ്ങൾ രണ്ടാൾ കുട്ടി. Hey tu sara mulo back khunda mare dise. Moi marana khunda. അവിടെ ചെന്നിരിക്കടാ. പറയ്. സാറേ, ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു സാർ. ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയതാണ്. എവിടെ വെച്ചിട്ടത്? ചെമ്പ്രോട്ട ജംഗ്ഷനിൽ വെച്ചിട്ട്. Sir moi marana. Ago diyo to khunda mare se mu. Moi marana khunda. ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു സാർ. അതിൻ്റെ ഇടക്കാണ് ഇവ ഇടതുവശത്ത് കൊണ്ട് കയറി വന്നത്. ശരിക്കും കൈകൊണ്ട് കുറെ കാണിക്കുകയോ ചെയ്തു. തൊള്ള സിഗ്നൽ ഇങ്ങോട്ട് വന്ന് വെച്ചാണ് എൻ്റെ വണ്ടിയാണ്. ആരുടെ വണ്ടിയാണോ ഇത്? എൻ്റെ വണ്ടിയാണ്. തൻ്റെ ആണോ? പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ടോ? പിന്നെന്താ വണ്ടി ഇവിടെ? എടുത്ത് മാറ്റടോ. എന്താണത്? ഒരു വണ്ടി വഴി വെച്ചിട്ട് ആരുമില്ല. അവിടെ വെക്കണ്ടെന്ന് പറഞ്ഞ കോടതിയിൽ ആരാ പോയത്? സുധീർ. നമസ്കാരം സാർ. എസ് എ ആണ്. എല്ലാം ശരിയാവില്ലേ? സാറേ സാറേ കയറിക്കോട്ടെ. അവിടെ പോയിരിക്കും. ആ തലയ്ക്ക് പോയിരിക്കും. ഉണ്ടാക്കി വെച്ചേക്കണ കസേര ഉണ്ട്. സാർ, എന്താടോ? ജോയിൻ ചെയ്യാവുന്ന സാർ. ജോയിൻ ചെയ്യാവുന്ന സാർ.
തനിക്കൊന്നും വേറെ പണിയൊന്നും കിട്ടിയില്ലടോ. ഈ കസേര എന്നാക്കുന്ന കാര്യം എന്തായി? സാർ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ പോലീസാണോ? അതെ സാർ. എങ്കിൽ പോയി അയാളെ പൊക്കിയെടുത്തിട്ട് പാടോ. ശരി സാർ. തൻ്റെ നാട് എവിടെയാണെന്നാ പറഞ്ഞത്? നിലമ്പൂരാണ് സാർ. നിലമ്പൂരുള്ള വെടിയുറച്ചൊക്കെ കിട്ടുമല്ലോ. കിട്ടും സാർ. താൻ വേറെ ലിസ്റ്റിലൊന്നുമില്ലേ? ഇല്ല സാർ. ഇപ്പം ഏറ്റവും പെട്ടെന്ന് കിട്ടാവുന്ന സർക്കാർ ഉദ്യോഗം പോലീസാണല്ലേ? ഞാൻ അങ്ങനെയൊന്നുമില്ല സാർ. ഡോനല്ലേ ഇരിക്കി. താനൊക്കെ കൂടിയാ മോഹനെ പൂട്ടാൻ തീരുമാനിച്ചല്ലേ? അതല്ല സാർ. ഇവിടെ വിട്ടുകളാ, ഒരാളുടെ ജോലിക്കാരിയല്ലേ? ഇത് അസോസിയേഷൻ്റെ തീരുമാനമാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ സാർ. സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിച്ചത് ഉണ്ടാക്കാൻ ശ്രമിച്ച ആരാന്നൊക്കെ എനിക്കറിയാം കേട്ടോ. പോലീസിൽ ക്രിമിനൽസിനെ വെച്ചുറപ്പിക്കണമെന്നാണ് അസോസിയേഷൻ്റെ തീരുമാനം. അത് ഞങ്ങൾ നടപ്പാക്കുകയും ചെയ്യും. സാറിന് പറ്റില്ലേ പറഞ്ഞോളൂ, ഞങ്ങൾ പോയിക്കോളാം. എന്നാ നീയൊക്കെ എന്താന്ന് വെച്ചാ ചെയ്. ആ ശരി. നാരേ നാരേ തന്നെ മോഹനോടോ ചെറുക്കനില്ലേ? ഷിയാബ. അവനോടും വരാൻ പറ. മോഹനത് നൈറ്റ് ഡ്യൂട്ടിയാ സാർ. അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ തന്നെ വരാൻ പറ. എന്തായി? ഉപ്പിട്ടിട്ടില്ല സാർ. ആരെ സാർ? ശരിയാക്കി കൊടു. വരൂ. മോനെ അന്ന് എനിക്ക് നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ. അന്റെ പെര എവിടെയാ? പെരയുടെ ടൗണിൽ തന്നെ. ടൗണില് ജുമായത്ത് പള്ളിന്റെ അടുത്താ? നമ്മളെ പ്ലാസ കലയിൽ ജഡ്ജനല്ലേ? എന്താ അവിടെ? അല്ല, ഇതിപ്പോ കോളേജിന്റെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നാ. അല്ല, നമ്മൾ ഇടപെടണം. ഇല്ല, ഇതിപ്പോ പ്രിൻസിപ്പളിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്ത്. ശരിയാ? ശരിയാ. അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ അസോസിയേഷൻ യൂണിയൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ശരിയൊക്കെ തന്നെ, പക്ഷെ അത് വെച്ചിട്ട് അത് ശരി. നിങ്ങൾ ഇവിടെ ഇങ്ങനെ തൊള്ളപ്പെട്ട് അടിച്ച് കുത്തിരുന്നോളൂ. എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ പറ്റൂലേ പറയ്, ഞാൻ എസ്ഐനോട് അറിഞ്ഞോളാം. ഓ, തിരക്കിന്റെ ഇടയിൽ കേട്ടൊരു കാര്യം കണ്ട് വിട്ടു. ഇഞ്ചക്ഷനോ? അതെ. എന്താ ഇഞ്ചക്ഷൻ? അല്ല, അത് ഈ കോടതിയിൽ നിന്ന്. എസ്ഐ സാർ. പോയില്ല താനിതുവരെ? ഇല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. വാ, നിങ്ങൾ തൽക്കാലം മതിൽ വിളിച്ചു കൊടുക്കും, ബാക്കി കാര്യം നമ്മൾ അപ്പം നോക്കാം. ചെല്ല് ചെല്ല് ചെല്ല്. ശരി, കേട്ടിരിക്കും. രാവിലെ വിശാല് പിടിച്ചുകൊണ്ട് വന്ന ബംഗാളിക്ക് ഓന്റെ ബൈക്ക് ഇടിച്ചിട്ട് നമ്മളെ ചെക്കന്മാരെയാ. ആണോ? സാറ് പെട്ടെന്ന് തീർത്ത് തന്നു. കേട്ടിയുടെ കാര്യം എന്താ? അവൻ്റെ ആസാമിയാണ് സാർ. അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവനും മനസ്സിലാവില്ല. തനിക്ക് ഹിന്ദി അറിഞ്ഞൂടെ? കേരള പോലീസിന് ഹിന്ദി അറിയില്ലല്ലോ സാർ. അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സാറേ കണ്ടോ? ഇതരാ കണ്ടോ? ഇങ്ങോട്ട് नाम क्या है तुम? सुमंगल. हाँ सुमंगल. नाम बोल. सुमंगल. क्या काम करते हो? बेकरी. क्या? सीमेंट. क्या? सीमेंट का काम करता हूँ. बेकरी में या मिस्त्री? सीमेंट का काम करता हूँ. क्या? कहाँ से हो? असम का. हाँ? असम. असम से? आतंकवादी है तुम? असम का. അല്ലാ, തീവ്രവാദി. ചോദിച്ചോട്ടെ? സാർ ചോദിക്കട്ടെ. लाइसेंस दिखाओ. लाइसेंस. लाइसेंस दो. दे रहा हूँ. नहीं है मेरे पास लाइसेंस. लाइसेंस नहीं है? फिर क्यों गाड़ी चलाया तू? चूतिया बना रहा है? चूतिया लगता हूँ मैं? बोल. आईडी कार्ड दे. आईडी कार्ड नहीं है. आईडी कार्ड नहीं है? फिर किससे पूछकर गाड़ी चला? किसने दिया गाड़ी? मालिक ने दिया. मालिक का नंबर दो. देता हूँ. दे रहा हूँ. ഇപ്പൊ മനസ്സിലായ കേരള പോലീസിന് ഹിന്ദി അറിയാന്ന്? നമ്പർ വാങ്ങണോ? നമ്പർ എടു. സാർ ഒരു 9746 9746 412 412 223 223 3. ഇതിലും വലിയ എന്തൊക്കെ വൃത്തികളിൽ ഈ സ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്ത് ഫാൻ കറങ്ങാത്ത?
അതല്ല, ഞങ്ങളുടെ കയ്യിലും അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആരെയും വ്യക്തിപരമായി ഹറാസ് ചെയ്തിട്ടില്ല. എന്ത് വ്യക്തിപരം? ആ പയ്യനെ വെച്ച് സ്റ്റേഷൻ വളപ്പിലെ വണ്ടിയുടെ എഞ്ചിൻ അയച്ചെടുക്കല്ല അവന്റെ പണി. കുറെ കാലായില്ലേ തുടങ്ങിട്ട്. ആ ചെക്കൻ ഒരു അയ്യോഭാവായതുകൊണ്ടല്ലേ ഇനി എത്ര കേസുകൾ തെളിയാൻ കിടക്കുന്നു. അല്ല പിന്നെ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയിച്ച് നടന്നോ? ഡിപ്പാർട്ട്മെന്റ് അതിനെ നാണക്കെട്. സാറേ ആ ഇനി കയറിക്കോട്ടെ. താനവിടെ പോയിരിക്കടോ. സാർ എത്ര നേരെ സാറേ ഞങ്ങൾ വന്നിട്ട്? ഞങ്ങൾക്ക് ശേഷം വന്നവരും പോയി കണ്ടല്ലോ. സമയമുണ്ട്, വിളിക്കാം. അവിടെ പോയിരിക്കേ. എന്ത് സമയമുണ്ടെന്നാണ് വിളിക്കാന്നല്ലേ പറഞ്ഞത്? എന്താണ് ബഹളം? ആ സാറേ, ആരാണോ അത്? സമയമില്ലാത്തൊരാൾ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ. ആ അവനകത്തേക്ക് വിടും. ആ സാറേ. സാർ എന്താടോ? ഒരു പരാതി ഉണ്ട്. അഴിച്ചാടോ? സാർ സാർ ഓക്കെ, ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാം. എന്താ നിന്റെ പേര്? ഇർഫാൻ. നിന്റെയാ? അനിത. നിനക്ക് എത്ര വയസ്സായി? 21. നിനക്കോ? 28. ആഹാ, 5 വയസ്സിന് മൂപ്പുണ്ടല്ലേ? ഞാൻ തുറന്നു വയ്ക്കുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഇത് എത്ര നാളത്തെ സെറ്റപ്പാ? അല്ല അല്ല സാറേ, ഇക്കോളെ ഇഷ്ടമാണ്. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ആഹാ. സാർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാർ, എൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ് ഇതിനോട്. അപ്പോൾ എങ്ങനെയാലും സാറ് ഞങ്ങളെ സഹായിക്കണം. എൻ്റെ ജോലി എന്താ? ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയ പെണ്ണിനെ കൊണ്ട്? അല്ല സാർ, എനിക്ക് ഈ ബൈക്കിൻ്റെ മോഷണം? അല്ല സാർ, ഈ കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നെല്ലാം വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഓൾട്രേഷൻ ചെയ്ത് എന്നിട്ട് കൂട്ടുകാരനോട് നടത്തുന്നൊരു ബിസിനസ് ഉണ്ട്. അപ്പം നീയൊക്കെയാണ് ഈ പടപടാന്ന് പൊട്ടുന്ന ബൈക്കിൻ്റെ ആളല്ലേ? നിന്നെ ഞാൻ നോക്കി നടക്കായിരുന്നു. നിനക്കുള്ള പടം ഞാൻ തരാം. നിനക്കെന്തെങ്കിലും ജോലിയുണ്ടോ? റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം ബ്ലോക്കിലെ SC പ്രൊമോട്ടറാ. നീ SC? അതെ. നീ മുസ്ലിം, മിശ്ര വിവാഹം, സർക്കാരിൽ നിന്ന് തന്നെ സഹായം കിട്ടുമല്ലോ. അതൊരു വരുമാനമാണ് സാർ. എന്താടോ? ആ കസേര ശരിയാക്കാനുള്ള ആൾ വന്നിട്ടുണ്ട്. അവൻ ഇങ്ങോട്ട് വിട്. ശരി സാർ. സാർ, എന്നെ വീട്ടിൽ ആളാഴ്ച വിളിക്കണമല്ലേ? ഒരാഴ്ചയിൽ പരിപാടി തുടങ്ങിയിട്ട്. സാറേ, ഞാൻ നാട്ടിൽ പോയിരുന്നു. കെട്ടികളും കുട്ടികളെ കണ്ടിട്ട് കുറേ ദിവസമായി. നാട് വീട് എന്താ പ്രശ്നം? കസേര എന്നാക്കാൻ. എനിക്ക് ഞാനോ? നന്നാക്കട്ടെ സാർ. നീരിക്ക്. നിങ്ങൾ യാത്രകൾ പോകാറുണ്ടോ? ടൂറ്, ട്രിപ്പൊന്നും പോകാറില്ല? യാത്രകളെല്ലാം പോകേണ്ടത്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണാം, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെയല്ല എൻ്റെ ഒരു സ്റ്റൈല്. SCയിൽ നീ ഏതാ? എനിക്ക് ജാതിയൊന്നുമില്ലേ? അല്ല സർ, ജാതിയൊന്നും നോക്കിയിട്ടല്ല ഇഷ്ടപ്പെട്ടത്. ഓഹോ, അപ്പൊ ജാതിയൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ പ്രേമം? സാർ, എൻ്റെ വീട്ടിൽ അനിതയുടെ ജാതി നേസ പ്രശ്നം. സാർ ഞങ്ങളെ സഹായിക്കണം. ഇതൊന്നും നടക്കില്ല.
ഈ പുതുമോടിയും പരിപാടിയൊക്കെ കഴിയുമ്പോൾ രണ്ടും രണ്ട് വഴിക്കാവും. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കും, സമയം എടുത്ത് ആലോചിച്ചാൽ മതി. ചെല്ല് സീമ, രണ്ടിനെ കൊണ്ട് അകത്തെടുത്ത്. എടോ പോടോ. ഇതൊന്ന് ശരിയാവോ? നന്നാക്കട്ടെ, നന്നാക്കാൻ പോ സാർ. അതെന്താ ഇപ്പൊ പോയ കേസ്? പ്രേമം, മുടിഞ്ഞ പ്രേമം. ചെറുക്ക മുസ്ലിമും പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ്. സാറിന് ആ ചെക്കനെ മനസ്സിലായോ? നമ്മളെ ഗലീലിന്റെ അഞ്ചനാ. ഏത് ഗലീല്? പ്ലാസ ഗലീലിന്റെ. എന്താടോ ചെക്കന്റെ ബാപ്പ വലിയ പള്ളി മാലിന്യ കമ്മിറ്റിന്റെ സെക്രട്ടറിയാ. എല്ലാ കുടുംബത്തിലും ഉണ്ടാവില്ല സാർ ഇതുപോലെ ഒരു പുഴുത്തം കെട്ട്. സാറിനൊന്ന് വേണ്ട രീതി കൈകാര്യം ചെയ്തല്ലോ. വേണ്ടപ്പെട്ട കുടുംബം ഞാൻ വേണ്ടമാതിരി കണ്ടോളാം. ശരി. നാട് മുഴുവനും ടവർ, അന്ന് ടോന് മാത്രം റേഞ്ച് ഇല്ല. ദേവോ, മുട്ടപ്പത്തിയൊക്കെ റെഡിയല്ലേ? ഇപ്പൊ എടുക്ക സാറേ. എന്നാൽ ആദ്യം 3-1 വെള്ളച്ചായ. ഓന് വെള്ളച്ചായ. അത് മറന്നു, ഇപ്പൊ കൊണ്ട് ഈ കുടിച്ചോ. ജുബൈലേ, ഞാൻ എന്നെ വിളിച്ചതേ ഈ പ്ലാസ ഗലിയിൽ നമ്പർ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് SMS ചെയ്യും. അർജന്റാണ്, ഞാൻ കുറെ നേരം എന്നെ വിളിക്കണം. എന്തായി? എന്താ പ്രശ്നം? ആ സുമംഗലിന്റെ ബൈക്ക് ഓണർ വന്നുണ്ട്. സുമംഗലാറ? ആ ബംഗാളി പയ്യൻ. താനൊരു കാര്യം ചെയ്യും, ആ വിശാലിനോടും കേട്ടിനോടും ഇങ്ങോട്ട് വരാണ്ട്. എത്ര തവണ വിളിക്കണോട്? 12:30 കഴിയുമ്പോ ചമ്പ്രോട്ടത്ത്. പൈസ ഞാൻ വന്നിട്ട് വരാം. ഇരിക്കും. ബൈക്കിന്റെ ഓണറാണ് സാർ. ഇവിടെ തന്നെ പൂട്ടാനുള്ള വകുപ്പുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരോട് വണ്ടിയും കൊടുത്ത് വിടുന്നേ? സാറേ, ഞാൻ ആർക്കും വണ്ടി കൊടുത്തിട്ടില്ല. പിന്നെ ഇവൻ എന്റെ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തോണ്ട് വന്നോ സാറേ. ഭാര്യ വിളിച്ച് പറഞ്ഞപ്പോഴാണ് സാറേ ഞാൻ സംഭവം അറിയണത്. सारे झूठ बोल रहे हैं। उसका बीवी ने मुझे बैग दिया है सीमेंट लेने के लिए। झूठ बोल रहे हैं। തന്റെ ഭാര്യ കൊടുത്താണെന്ന് പറയണു സിമെന്റ് വാങ്ങാൻ. ഭാര്യ? സാറേ, വീട്ടിൽ ഇഷ്ടം പോലെ സിമെന്റ് ഇരിക്കാണ്, ചാക്കണക്കെ ഇരിക്കാണ്. ഇവൻ നോണ പറയാണ് സാറേ. ഇവന്റെ പേരിൽ വണ്ടി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഈ ഒരു കാര്യം ചെയ്യ്, 2000 ഉറുപ്പിക നമ്മളെ ചെക്കന്മാർക്ക് കൊടുത്ത് ഇതങ്ങോട്ട് തീർത്താളാ. എന്തേ? അത് മതി. 2000 രൂപയുടെ കേസുള്ളൂ, അതങ്ങോട്ട് കൊടുത്തത് സോൾവ് ചെയ്യും. അതെ സാർ, 2000 രൂപ 10 ഉറുപ്പിക പോലും എൻ്റെ അടുത്തില്ല സാറേ. पैसे देने से छोड़ देगा क्या? പൈസ എടുക്ക്. 600 रुपया? സാർ, ഇത് 600 രൂപയുള്ളൂ. ये बस 600 रुपए है. 2000. मेरा पास नहीं है ना और पैसे. 2000. तो एक काम करो ना, दोस्त लोग है, फोन करो, पैसा दो, निकलो यहाँ से. हेलो, जल्दी आप पैसा ले. एडो वांगी विളിക്കി. हेलो, तुम्हारा फ्रेंड पुलिस स्टेशन में पैसा मनी 1400 रुपये, 2000 रुपये. 2000 रुपये ब्रिंग अर्जेंटली ब्रिंग. मैं जाके लेके आऊँ. ഓക്കെ, അപ്പോൾ കേട്ടി തൽക്കാലത്തേക്ക് കേസ് സോൾവ് ആയി. ഇവന്റെ കൂട്ടുകാരൻ പൈസ കൊണ്ടുവരും, അതുപോലെ പ്രശ്നമല്ല ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. അപ്പൊ ശരി, പൈസ കൊണ്ടുവരല്ലോ. ഓ മഹാറാമ്പർ പരിയടാ. झूठ बोल रहे हैं. സന്തോഷായാലോ മോനെ. അപ്പൊ വിശാല ഒരു കാര്യം ചെയ്യും, ഇവന്റെ കൂട്ടുകാർ വന്ന് മുഴുവൻ പൈസ തരാണ്ട് ഇവനെ പുറത്തേക്ക് വിടണ്ട, ഇവന് ഇവിടെ ഇരിക്കട്ടെ. सारे झूठ बोल रहे हैं. मैं बैग चोरी नहीं किया सर. निकल नहीं किया. ये लोग मुझे फंसा रहे हैं. എന്താടോ?
ഹലോ എന്തൊക്കെയാ ഇവിടെ നടക്കണേ? ഞാൻ പോരാ. എനിക്ക് പേടിയാവുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. പോലീസുകാരിങ്ങനെയാ, മനസ്സിലായോ? നമ്മളെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റേ അതെ, രണ്ടുപേരും വർത്താനം പറഞ്ഞു നിൽക്കാതെ അവിടെ SI വിളിക്കുന്നുണ്ട്. എന്താ തീരുമാനം? ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനം. പക്ഷെ അതിന് സാർ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ തരണം. നിന്റെയൊക്കെ കുത്തിക്കഴപ്പിന് കാവലിരിക്കുന്ന ആളുകളല്ല പോലീസ്. നമ്മുടെ താടി ഇർഫാനെ, ഞാൻ വീട്ടുകാരായിട്ട് സംസാരിക്കാം. എന്തിന് സാർ വീട്ടിലേക്ക് വിളിക്കല്ലേ സാറേ? വീട്ടിൽ പ്രശ്നമുണ്ടല്ലോ സാർ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതാരാ തീരുമാനിക്കുന്നത്? നീയാണോ ഞാനാണോ? ഞാനാണോ നീയാണോ തീരുമാനിക്കുന്നത്? അല്ല സാർ, അത് ഹലോ, വീട്ടിലേക്ക് വിളിച്ചാ അജ്ഞാത ജഡമല്ലേ? അത് തള്ളി വിടോ, അതൊഴുകി അടുത്ത സ്റ്റേഷന്റെ പരിധിയിലേക്ക് പോയിക്കോളും. ഇങ്ങനെ എല്ലാത്തിനും എന്നെ വിളിച്ച് ചോദിക്കണമെന്നില്ല. പോലീസിന് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വേണം. അല്ലാണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഡയലേ നമ്പർ, ഡയലേ അല്ല സാർ, നമ്പർ ഡയലേ ചെയ്യടി. പൊന്നാനി പോലീസ് സ്റ്റേഷൻ SI ആണ്. നിങ്ങളെ മോൾ എവിടെയുണ്ട്? ചെറിയ പ്രശ്നത്തിലാണ്. ഇപ്പൊ തന്നെ വാ. അച്ഛൻ്റെ പേര് ഷൺമുഖൻ. അമ്മ ഒരു മിനിറ്റ്. ഞാൻ പോലീസ് സ്റ്റേഷനിലാ. ഇന്നിവിടെ കുറച്ച് പണിയുണ്ട്. ഉച്ചയ്ക്ക് മീനൊന്നും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയൂല. നിങ്ങൾ എന്താ വെച്ചാൽ വാങ്ങിയിട്ട് കൂട്ടാൻ പറ്റുമോ? ശരി മാ, ശരി. സിയെ കണ്ടാൽ മതി. हेलो जल्दी आ, मैं कितना टाइम से उठ के रहा हूँ इधर और कितना उठ के रहेगा? जल्दी आ. അല്ല സാർ, എവിടെയാ പണി? ചോദിച്ചറിയാണ്ടെന്നുണ്ട്. सर मैं जाके पैसा लेके आऊँ? No. 2000 rupees depositing here and going. Go. Sit. मैं लेके आया था. Baitra. എന്താ സാറേ ചോദിച്ചറിയാനുള്ളത്? വാ നടക്ക്. ബുട്ട എന്തിനാ സാറേ വരാൻ പറഞ്ഞത്? എനിക്ക് ഷിയാബിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്താ സാറേ? നമ്മുടെ ഈ സ്റ്റേഷൻ വളപ്പിലെ ബൈക്ക് ഉണ്ടല്ലോ, അതിൻ്റെ എൻജിൻ ഊരിയോ ഷിയാബ്? അതാണ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. മോഹൻ സാറ് പറഞ്ഞ് വണ്ടി ലാലത്ത് പിടിച്ചിരിക്കണെന്ന്. അതിൻ്റെ എൻജിൻ ഊരിയിട്ട് മൂപ്പരെ കോട്ടേഴ്സ് കൊണ്ടുവെക്കാൻ പറഞ്ഞ് ഞാൻ ആ ഊരി കൊണ്ടുപോകുമ്പോൾ അനിൽ സാറും നമ്മളെ റഷീദ് സാറൊക്കെ കണ്ടിരുന്നു. ആണോ? പക്ഷെ മോഹനം പറഞ്ഞത് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണല്ലോ. അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? എൻ്റെ ഉമ്മാണ് സത്യം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഊരിയതല്ല. അതല്ലേ? വേണമെങ്കിൽ സാറ് മോഹൻ സാറിനോട് ചോദിച്ചു നോക്കി. സത്യം അറിയാം. എന്താ സാറേ നീ പറയണല്ലത്? കാര്യങ്ങൾ ഇങ്ങനെയാണോ? സത്യം ഞാനല്ല സാറേ. സാർ CI സാർ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഷിയാബ്, അവിടെ ചെന്ന് കാണാഗുണ പറയാൻ നിൽക്കരുത്. നീ കാര്യം കൂടെ സമ്മതിച്ചു. വലിയ ചാർജ് ഈടാക്കില്ല, കേസും തള്ളിപ്പോവും. അതുപോലെ എന്നെ കൊണ്ട് കഴിയൂല സാറ്, ഞാൻ സത്യം പറയും. ഇവനെ സിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും.
നീ ആ SI സാർ പറഞ്ഞ പോലെ സമ്മതിക്കുക. പിന്നെ വേറെ ഇതിന് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ. ഇതൊന്നും അറിയാൻ പാടില്ല എന്നിട്ട് പറ. പിന്നെ അങ്ങോട്ട് പോയി. ആ നിങ്ങളൊന്ന് പുറത്തിരുന്നേ. ഓ വാ. ആ ഷിയാബേ ഇരിക്കടോ. വേണ്ട സാറേ, ഞാൻ ഇവിടെ നിന്നോളാം. വാ. ഇതെന്തോടോ ആദ്യമായിട്ട് സ്റ്റേഷനിൽ വരുന്ന പോലെ? താൻ ടെൻഷനാവാതെ ഇരിക്കേ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വിളിച്ചതല്ലേ ഷിയാബേ? വെള്ളം വേണം? കുടിച്ചോ? മതിയോ? എന്നിട്ട് പറയും. പടച്ചോനാണ്, എൻ്റെ ഉമ്മാണ് എന്നെ രക്ഷിക്കണം സാറേ. മോഹൻ സാറ് പറഞ്ഞത് ഞാൻ ചെയ്ത്. എനിക്ക് അത്ര ഉള്ളൂ സാറേ. ഷിയാബേ, കാര്യങ്ങൾ ഇപ്പോൾ ആ വഴിക്കല്ല പോണത്. നീ നമ്മൾ പോലീസുകാരെ സ്ഥിരം സഹായിക്കുന്ന ആളല്ലേ? ബാക്കി പോലീസ് നോക്കിക്കോളൂ. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പോരെ? നീ ഇതങ്ങോട്ട് സമ്മതിക്കടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. ഇതുവരെ സാറന്മാർ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിക്കണ്. പക്ഷേ ഇത് മോഷണക്കുറ്റാണ് സാറേ. ഇതിനെന്നെ നിർബന്ധിക്കരുത്, ഞാൻ സമ്മതിക്കൂല. അപ്പോൾ കാര്യങ്ങൾ കുഴയാണല്ലോ നേരെ. ശരി, തൽക്കാലം ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരും. ചെല്ലു. സാറേ, ഇത് പടച്ചം പൊറുക്കാത്ത കാര്യമാണ്. ഇതിനെന്നെ നിർബന്ധിക്കരുത്, ഞാൻ സമ്മതിക്കൂല. ചെല്ലു ഷിയാബേ. അതെ. എന്തായി കാര്യം? ഇവന്റെ കാര്യം സാറേ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തത്. എന്നിട്ടിപ്പോ നമ്മളെ പെടുത്താനുള്ള പരിപാടിയാണല്ലേ സാറേ? സാറേ, പടച്ചോ പൊറുക്കില്ല സാറേ നിങ്ങളോട്. സാറേ സാറേ രണ്ടാഴ്ച കടവനാണ്. അത് ഇതുവരെ സ്റ്റേഷൻ പരിധിന്ന് പോയില്ലേ? ഇല്ല സാർ. എന്ത് കഷ്ടോട്. എടോ, കടവനാടേ അൺനാച്ചുറൽ ഡെത്ത് ഉണ്ട്. താനിപ്പോ തന്നെ പോയി ഇൻക്വസ്റ്റ് നടത്തും. ഓക്കെ? അത് നമ്മളെ ഇർഫാനല്ലേ? ചെന്തിനെ ഇങ്ങനെ ഒരു കടുങ്കൈ കാണിച്ച് ഇത് വലിയ പ്രശ്നാവൂലേ? എന്താപ്പ ചെയ്തിരിക്കണെന്ന് വല്ല ബോധണ്ടാ? ഞാൻ പറയണ കേക്ക്. തള്ളേ, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയത്? നിങ്ങൾക്കൊന്നും വേറെ പണി. ഇത് പോലീസ് സ്റ്റേഷനാ. അതിന്റെ ഒച്ച മൊഴിയൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പോയ ഇവിടെ ആണുങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. മോളെ അങ്ങാടി പഠിക്കാൻ വിട്ടപ്പോ സമാധാനമായിട്ടിപ്പോ റീസർച്ചും മണ്ണാൻ കട്ടി. ഓ തള്ളേ ഇവിടുന്ന് പോയ വേണം. മതി മതി പോയേ. പന്നി നിർത്തിക്കോണം. ഇന്നത്തോടെ നിന്റെ പ്രേമം മണ്ണാൻ കട്ടി. പന്നിക്കണ്ട ഇറച്ചി മീൻ തിന്നിട്ട് എല്ലു കുത്തണ മാപ്പിളാര് കേറി നിരങ്ങാണല്ലടാ ഞങ്ങളുടെ ജാതിക്കാര്. മനസ്സിലാവും? എന്താടോ ശ്രീകാന്തെ പിടിച്ചു കൊണ്ടോ? ചന്തയാണത്. ശ്രീകാന്ത് പറഞ്ഞല്ലേ ചന്ദ്രൻ ആരാന്ന് അറിയില്ല. ശ്രീകാന്ത് കുറെ നേരം പറഞ്ഞേ. মই ইয়াত কি কৰিম আৰু বহি আছো। এই ৰোড আছে নহয়, বাছ ষ্টেচন প্ৰণালী বুলি কয়। কাৰোবাক সুধিবি, অটোৱালাক সুধিবি। ৰ মোক কৈ আছে सर এইটো पुलिस स्टेशन का फुल एड्रेस पढ़ा क्या सर पुलिस स्टेशन का ना फुल एड्रेस बोलिए ना उसको मालूम नहीं है उसको നിങ്ങളോട് ഹലോ അമ്മ. ആ ഇല്ലമ്മ, നിങ്ങൾ കഴിച്ചോളൂ. ഇല്ല, ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. ആ ശരി. ആ ദേവോ, അതെ ഷിയാബിനും പുറത്തൊരു ബംഗാളി ചക്കരിക്കുണ്ട്. അവനും അകത്ത് രണ്ടാൾക്കാരും കൂടി, അത് 4 കൂടി കൊണ്ടുവരും. സാറേ എനിക്ക് ചോറ് വേണ്ട സാറേ. ഏയ് വിശന്നിട്ടിരിക്കണ്ട, കഴിച്ചോ.
വേണ്ട സാറേ പൈക്കണില്ല, ഇന്നൊന്ന് വിട്ടാൽ മതി. SI വന്നിട്ട് വിടാം. കഴിച്ചോ, ഭക്ഷണം കൊടുക്കും. മോനിത് കഴിച്ചോ? ഭക്ഷണം കഴിക്കടോ. खाना का हो, खाना 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 नहीं चाहिए मुझे, मेरा मोबाइल में चार्ज नहीं है. चार्जर है उधर उधर. സാറ് ഡ്യൂട്ടിയിലാണല്ലോ. ഇതാ ഇത് കഴിച്ചോളി. രണ്ടാളും ഭയങ്കര പോയത്താ കാട്ടിയെ. ഇങ്ങനെ നേരിട്ട് സ്റ്റേഷനിൽ വരാൻ പാടുണ്ടാ? എനിക്ക് കൂട്ടുകാരൊന്നുമില്ലടോ. എവിടെയെങ്കിലും ദൂരെ പോയി വല്ല രജിസ്റ്റർ മാരേജും കഴിച്ചൂടെ? കുറച്ച് ദിവസം എവിടെയെങ്കിലും മാറി താമസിക്കണം. അപ്പോൾ വീട്ടുകാരുടെ പരാതി നിങ്ങൾ പോലീസ് പിടിക്കും, കോടതി ഹാജരാക്കും. കോടതി നിങ്ങളെ ജീവിക്കാൻ വിടും. വേണമെങ്കിൽ കോടതി പറഞ്ഞ ഞങ്ങൾക്ക് പോലീസ് സംരക്ഷണം തരും. ഇനിയിപ്പോൾ കഴിച്ചോ കഴിച്ചോ. സമയം ഒരുപാടെ ഭക്ഷണം കഴിക്കില്ലേ? കഴിക്കേ കഴിക്കും. ഞാൻ ഇപ്പോൾ എവിടേക്കാ പോണേ സാറേ? ഒരു പുകയായിരുന്നു. സത്യത്തിൽ എന്തെങ്കിലും പ്രശ്നം? അല്ല, കുറച്ചു നേരം ഞാൻ ശ്രദ്ധിക്കും. പുതിയ സാരിൻ്റെ 2 ബ്ലൗസിൻ്റെ അടിക്കാൻ കൊടുത്തു. അത് കിട്ടിയില്ല. ചുരിദാറിൻ്റെ തുണിയൊക്കെ ഇവിടെ ഉണ്ട്. ഒന്നും നിങ്ങൾ ഇങ്ങോട്ട് അയക്കണ്ട. നല്ലൊരു വാച്ച് കൊടുത്തു നിങ്ങൾ. അമ്മ, ഇതാണ് വണ്ടി. എങ്ങനെയുണ്ട് ഉമ്മ? എങ്ങനെയുണ്ട്? സാറല്ലേ? ഇതാ ഇതുമ്മ ഇത് ഓൾട്രേഷൻ ചെയ്തമ്മ. ബുള്ളറ്റില്ലേ മാമൻ്റെ ഉള്ള ബുള്ളറ്റില്ലേ, അത് ഓൾട്രേഷൻ ചെയ്താണിത്. മനസ്സിലായോ? ബോംബെ എനിക്കൊരു ചങ്ങായില്ലേ, ആന്ന് മൂപ്പര് വഴി നമ്മള് കുറെ പരിപാടികളുണ്ട്. ഉമ്മ കയറും, അന്ന് പള്ളി വരെ പോയിട്ട് വരാം. അമ്മ ഒന്ന് പള്ളി വരെ കറങ്ങിട്ട് വരാം. വാ അമ്മ, ആന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനെടുത്ത് കൊണ്ടുപോകാൻ പറ്റും. കേറും വാ. കേറ്. കുഞ്ഞോളെ, ഒറ്റ ഒരുത്തി അവനെ ഇങ്ങനെ വസലാക്കണത്. എഞ്ചിനീയർ ആവാൻ പോയവനിപ്പോ വീട്ടിൽ നിന്ന് എഞ്ചിൻ പണി എടുക്കാണ്. ഇഞ്ചു പണിക്കൊന്നും പോവില്ല. എന്നാ പിന്നെ ആ പള്ളിക്കെങ്കിലും വന്നൂടെ? നീങ്ങിന്നോളീന്ന്.
തുറന്നു പിടിച്ചാ എടാ ഡോക്ടർ ഗിരിജി എവിടെയാണ്? ഇതാ അവിടെ ബില്ല്. വേദനൊന്നുമില്ല. എന്തിനാ ഒറ്റയ്ക്ക് പോയത്? ഏട്ടനറിഞ്ഞാൽ ഇപ്പൊ അടുത്ത പ്രശ്നമാവും. ഞാൻ ബില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട്. അപ്പൊ താനാണല്ലേ? താനൊക്കെ എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കുന്നത്? ഒന്നും പറയണ്ട. പിന്നെ അശ്രദ്ധ കൊണ്ടാ. അവനാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ഇതൊക്കെ ചെയ്തു തന്നത്. തള്ളേ, നിങ്ങൾക്കൊന്ന് നോക്കിയും കണ്ട് നടന്നൂടെ? അതിനെവിടെ നടക്കല്ലേ കഷ്ടം. മനുഷ്യനെ പേരെന്താണ്? ഇർഫാൻ. വീടോ? വെല്ലുവിളിൻ്റെ അടുത്ത്. പിന്നെ കാര്യം സംസാരിക്കാം. കാശ് ചെലവുള്ള കാര്യമാണ്. തൽക്കാലം 10,000 കൊടുക്ക്, ബാക്കി നമുക്ക് ഡീൽ ചെയ്യാം. ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. എന്തായി? ചക്ക മോടെയാണ് മോനെ. മോളോട് സംസാരിക്കാൻ താല്പര്യമില്ല, നേരിട്ട് ഡീൽ പറഞ്ഞത്. ശരി. ഇത്രയൊക്കെ പണിയൊപ്പിച്ചിട്ട് പിന്നെയും നെഞ്ഞത്ത് കയറാൻ വരെടാ പന്നി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഒരാട്ടി മുന്നോട്ട് വെച്ചാണല്ലോ കൊന്നുകളി വിടാ നോയെ. മനസ്സിലായോ എനിക്ക്? ശ്രീകാന്തേ, നോക്കി വെച്ചോനെ. വിഷയാക്കണ്ട, നോക്കെടുക്ക. മാനേജർമാരുടെ ശ്രദ്ധയ്ക്ക് ഗ്രൗണ്ട് എത്രയും പെട്ടെന്ന് ടീം മാനേജർമാർ ഗ്രൗണ്ട് ഫീ അടയ്ക്കേണ്ടതാണ്. ടീമുകളുടെ ശ്രദ്ധയ്ക്ക് എന്താണ്ടാ അതന്നെ അടിച്ചൂട്. നാളെ കാണാം. ടൂർണമെന്റിലെ അടുത്ത മത്സരം എന്തിനു മാറ്റണം? അവളുടെ പിണക്കം മാറ്റേണ്ട കാര്യം എന്താ? ഈ വീടിന്റെ ഏറ്റവും വലിയ ആത്മാഭിമാനമായിരുന്നു. ആ വിവാഹം മുടക്കിയ വർഷേ നാളെ പോയി കണ്ടാ മതി. മിണ്ടരുത്. നീ ഇപ്പോ പുറത്തേക്ക് എങ്ങനെ പോവാന്നുള്ള വാതിൽ അന്വേഷിച്ച് നടക്കാണ്. 130. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രഷറൊക്കെ നോർമലാണ്. വളരെ ഉഷാറാണ്, ആരോഗ്യവതിയാണ്. നാളെ പോവാട്ടോ വീട്ടിലേക്ക്. മുറിവൊന്നും വേദനയില്ലല്ലോ? ആ ഓക്കെ. സിസ്റ്റർ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി. അനക്ക് ബുദ്ധിമുട്ടായില്ലേ? കാപ്പി. കാപ്പി കുടിക്കോ? കാപ്പി എപ്പോഴാ വന്ന? കുറച്ചു നേരം വന്നിട്ട് ഇപ്പം. അമ്മ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ചന്ദ്രേട്ടൻ കുറച്ച് കുഴപ്പക്കാരനാ. എപ്പോഴാ എന്താ പറയാന്നൊന്നും അറിയില്ല. നിങ്ങളത് ഞാനപ്പം തന്നെ മറന്നു. മോനൊന്നും മനസ്സിൽ വെക്കണ്ടാട്ടാ. മാമനെ കാണാനില്ലല്ലോ അമ്മേ. എന്തെങ്കിലും തിരക്കുണ്ടാവും, ഇപ്പൊ വരും. കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിൽ കുറച്ച് കാപ്പിയുണ്ട്. കഴിക്കാനുള്ള മരുന്ന് ഇത് അവിടെ ഉണ്ട്. നേരെ ഒരുപാടായി. മാമൻ എവിടെ വരണ? എങ്ങനെയുണ്ട്? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ വാണിയംകുളം കച്ചവടത്തിന് പോയതാ. അത് കഴിഞ്ഞ് പെരുമ്പലാവിൽ വന്ന് രമണിയെ വീട്ടിൽ കൊണ്ടാക്കിയില്ല, ഇപ്പൊ വരണേ. മാമ ഞാൻ ഇറങ്ങാം. മോൾ പോയിക്കോ. അമ്മേ ശരി.
ഇറങ്ങട്ടെ, ലേറ്റ് ആയില്ലേ? ശരിയാണ്, ഞാൻ വരാം. ബസ്സുപോലെ ഞാൻ വേണേ അങ്ങോട്ടാക്കി തരാം. വേണ്ട സാറില്ല, ഞാൻ അങ്ങോട്ടാ. വാ. ഈ കവറ് അത് പിടിക്കണം. ഇത് നമ്മളെ കിളിയെത്തിയ നമ്മളെ ചന്ദ്രട്ട മംഗളല്ലേ? എന്താ അവിടെ ഈ സ്ഥലം ഏതാ നിനക്കറിയോ? കണക്കെന്താടാ വിളിച്ചടപാട്? നിന്നോട് ചോദിച്ചത് ഏതാണ് കവർ പോട്ടെ. അന്നെ വിളിച്ചു കേട്ടോടാ ഈ അല്ലാണ്ട് വെറുക്കല്ലേ? കിട്ടൂടൊക്കെ സാറ് വന്നിട്ടുണ്ട്, ഞാൻ പോയിട്ട് വരാം. എല്ലാം ശരിയാവിടും. ഇർഫാനെ, ഇപ്പൊ ഇതൊന്നും വേണ്ടാന്ന് തോന്നണ്ട. നമുക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലേ? ഞാൻ പലവട്ടം പറഞ്ഞല്ലേ. ഇതല്ലാണ്ട് വേറെ ഒന്നും തോന്നിയില്ലടോ. അത് ഞാൻ വിട്ടുകൊടുക്കൂല. സാറേ, ഇതാ ഞാൻ പറഞ്ഞ കലീല്. നമുക്ക് വേണ്ടപ്പെട്ട ആളാ. കലീലേതാ? ആ ചെക്കൻ്റെ ഏട്ടനാ. ഏത് ചെക്കൻ്റെ? ആ പെണ്ണിൻ്റെ ഒപ്പം വന്ന ഇയാൾക്കാണോ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്ലാസ ആണോ? ആ, ഇരിക്കിരിക്കേ. താങ്ക് യു സാർ. അപ്പോൾ കാര്യങ്ങൾ എന്തായി സാറേ? അന്വേഷിച്ചപ്പോൾ പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരൊന്നും അത്ര നല്ലവരൊന്നല്ല. ഇത് ഇമ്മാതിരി പെണ്ണുങ്ങൾ സ്ഥിരം പരിപാടിയാ. വലിയ വീട്ടിലെ ചെക്കന്മാരെ വല വെച്ച് പിടിക്കല്. ഏതാണ്? നമ്മൾ ചെങ്ങായ. ഞാൻ ആ ചെറുക്കനെയും പെണ്ണിനെയും അത്യാവശ്യം പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം നിങ്ങളെ മിടുക്ക് പോലെ ഇരിക്കും. അത് മതി സാറേ, അതൊന്ന് സഹായിക്കാൻ നമ്മളെ. ആ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. എടോ, ഇവർ ആ ചെറുക്കൻ്റെ അടുത്തേക്ക് കൊണ്ടു. ആ കേട്ടേ, അതെ ഇത് 1500 ഉള്ളോ? അത്രേ ഉള്ളൂ എന്നാ പറയണേ. 1800 1800. ആ, ചെക്കന്മാരോട് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ ഇവരെ പറഞ്ഞു വിട്ടോളൂ. ആ, ജാവോ ജാവോ ജാവോ. തനിക്ക് ഈ മൂന്നാംകട പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? അത് വിട് സാറേ. ഞാൻ CA കണ്ട വിധം കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ഒരാളെ ശ്രമിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അവന്മാരെ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട് തന്നെ കൊടുക്കാൻ. ചെന്ന ചെറു കാര്യം പറയും ചെല്ലുന്നു.
ഇന്ന് കയറ്റിക്കാൻ എന്താ ഒരുപാട് അത് കുഴഞ്ഞ കേസാണ് സാറേ. ഇർഫോ ഇപ്പം നമ്മളിപ്പോൾ പോരെ, അന്നെ തോന്നിയ മാതിരി ജീവിക്കാൻ നമ്മൾ സമ്മതിക്കൂല. അനക്ക് എന്തിൻ്റെ ഏടാണ്? ഇത് എൻ്റെ ജീവിതമാണ്, ഞാൻ തീരുമാനിക്കും കേട്ടോ. ഈ കണ്ട ചെറുമി പെണ്ണുങ്ങളോട് കൂത്താടി നടന്നടാ, എനക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഇല്ല എനിക്കൊന്നും നഷ്ടപ്പെടാൻ. എന്ത് വർത്താനാ പറയണത് മോളെ, ഇജ്ജ് ബേജാറാണ്ടട്ടാ. ആണുങ്ങളായാലേ പ്രേമം ഒളിച്ചോട്ടൊക്കെ ഉണ്ടാവും. ഇതൊരുമാതിരി എനക്ക് ഈ ചെറുക്കിനെ തന്നെ കിട്ടിയോളൂ. ആ കിട്ടിയോളൂ, ഇവിടെ തന്നെ കിട്ടിയോളൂ. എന്തേ വിട്ടോ ഞാൻ വേറെ കൊണ്ടത്തടി മോനെ ചെങ്കിലൊന്നാണ് ചോർന്നിതാവണ്ട, എനിക്കറിയാം എന്റെ വീട്ടുകാരെ കേട്ടാ. ചെക്കൻ കുഴപ്പമുണ്ടാക്കുമോ? അവൻ കയറി കുറ്റം വയ്ക്കില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങളാകെ കുഴഞ്ഞു പറയും. അതൊന്നും കുഴപ്പമില്ല. താൻ ആദ്യം കേസ് ചാർജ് ചെയ്ത് ആ ചെറുക്കൻ്റെ മൊഴി രേഖപ്പെടുത്താൻ നോക്ക്. പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ന് അവനെ കോടതിയിൽ ഹാജരാക്കണം. ആ ചെറുക്കനായതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ വിവരം അറിഞ്ഞാനതാ. ചോദിക്കാനും പറയാനും ഇങ്ങനെ വെറുതെ ഒച്ചയും ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. കലിയിലെ കാര്യങ്ങൾ നയപരമായിട്ട് കൈകാര്യം ചെയ്യണം. നമ്മളെ ചെക്കനെ കേടൊന്നും കൂടാതെ പുറത്തെത്തിക്കണ്ടേ? നിങ്ങൾ എന്താ ചെയ്തോട്. അസ്സലാമലൈക്കും. വെരി കേട്ടി. കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നതിന് മുമ്പ് ഇത് ഡീലാക്കണം. ഇക്കണക്കിന് പോയാൽ കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു തന്നെയാ തോന്നുന്നത്. ഈ ഗലിയിൽ വെറുതെ ഒച്ചയും വിളി ഉണ്ടാക്കുക. നിങ്ങൾ വരി, എനിക്കൊരു കാര്യം പറയാം. ചായ വരട്ടെ കലിയിൽ? 2 ചായയും കൂടി. നല്ല കലിയിലേ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എങ്ങനെ വരുന്നത് ഇങ്ങനെ എടുത്ത്? അതൊന്നും എനിക്കറിയണ്ട. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ സമയമായി. ഒരാഴ്ചക്കുള്ളിൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. എന്താ ഇവിടെ പഠിക്കണ്ട? അല്ല, ഞാനിവിടെ ബഷീർ സാറിനെ കാണാൻ വന്നതാ. ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. പ്രൊജക്റ്റ്? പൊന്നാനി അങ്ങാടിയും പള്ളിയും സംബന്ധിച്ചുള്ള ഒരു പ്രൊജക്റ്റ്. എൻ്റെ പേര് അവിടെ തന്നെയാണ്. നമുക്ക് ചെയ്താലോ പ്രൊജക്റ്റ്? ഇർഫാൻ എൻ്റെ കൂടെ നിൽക്കാൻ കഴിയും ഒരാഴ്ചത്തേക്ക്? അതിനെന്താ, ഞാൻ ഒരാഴ്ച ഫ്രീ ആണ്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ വരാം. ഈ സാറിനെ കണ്ട രാവിലെ വലിയ വിളക്കെടുത്ത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വരാം. ഈ അങ്ങാടിക്ക് വന്നാൽ എനക്കെന്താടാ ചെറുമിപ്പണ്ണായിട്ട് മനുഷ്യൻ അന്തസ്സായിട്ട് നടക്കാൻ പറ്റാണ്ടായിക്കണ്. ഇജ്ജ് ഈ കുടുംബത്തിന് സാമ്പത്തിക ഇഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി കുടുംബത്തിന്റെ മാനം കൂടി കളയാൻ എൻ്റെ പുറപ്പാട്. ഓൻക്കെന്താ ഉണ്ടാക്കി വെച്ച് തിന്നണം പോണോ? കലീലേ ജിമുണ്ടല്ലേ? ഇർഫോ, ഈ കലീല് പറയുന്നതിൽ എന്തെങ്കിലും കാര്യണ്ടാ? അനക്ക് ഓളായിട്ട് എന്താ ബന്ധം? ഒന്നുമില്ല അമ്മ, ഞാൻ കാരണം അവളുടെ ഒരു പ്രോജക്റ്റ് മുടങ്ങിപ്പോയി. അത് തീർത്തു കൊടുക്കാൻ വേണ്ടി അവളുടെ കൂടെ ഒന്ന് പോയി സഹായിച്ചു കൊടുത്ത്. അല്ലാണ്ട് ഈ വലിയ പരസായി അല്ലടാ, അന്റെ കെട്ടും മട്ടും കണ്ടില്ലല്ലടാ. പല തറവാടുന്ന് സഹായം കിട്ടിയേ ജെ പാസാക്കളിന്റെ അഞ്ചനായിട്ടാ.
എന്നാ പ്ലാസാക്കല്ലൊരു കാര്യം കേട്ടോളി, എനിക്കോളെ ഇഷ്ടമാണ്, ഞാൻ ഓളെ തന്നെ എനിക്ക് ആഴിക്കോളൂ കേട്ടാ. മഹലിൽ നിന്നാണെങ്കിൽ ആദ്യം എന്റെ പേരെന്താവണം, എന്നാലേ ഈ താനമാനങ്ങളൊക്കെ എന്നോട് നിൽക്കുള്ളൂ. എനിക്ക് പച്ച വെള്ളം കൊടുത്തു പോരുത്. മനസ്സിന്റെ മാനം കളയാനുണ്ട്. സമാധാനായില്ലപ്പോ? ആദ്യം ഇർഫാൻ പറഞ്ഞപ്പോൾ തോന്നിയത് ഓൻ്റെ രസത്തിന് പറഞ്ഞാന്നാ. പക്ഷെ ഒരാഴ്ചത്തെ ഞങ്ങളുടെ യാത്രക്കിടെ എനിക്ക് മനസ്സിലായിരുന്നു ഇർഫാൻ മറ്റുള്ളവരെ പോലെ അല്ലാന്ന്. അതുകൊണ്ട് തന്നെയാ ജാതിയും മതവും ഒന്നും നോക്കാതെ ഓൻ്റെ കൂടെ പോവാൻ തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഞങ്ങളെ കയ്യിൽ നിന്ന് പോണ പോലെ. നിങ്ങൾ ടെൻഷൻ ആവാതെ, ഞാനൊരു കാര്യം പറയാം. ഇർഫാൻ ഇപ്പോൾ തൽക്കാലം വീട്ടുകാരോടൊപ്പം പോകും. അനന്തയെ നമുക്ക് സേഫ് സ്ഥലത്തേക്ക് മാറ്റാം. എന്നിട്ട് കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായൊരു വിധി മേടിക്കാം. ശരി. വിട്ടാ മതി. എന്നെ കൊണ്ട് കുറ്റാറ്റെടുക്കാൻ കഴിയൂല സാറേ. ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നിങ്ങളെല്ലാരും കൂടെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് സമയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ മൈസൂരിന്റെ മുന്നിൽ തുറന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു പറഞ്ഞില്ല സാർ. ഇതുവരെ നീ കണ്ട പോലീസിനല്ല ഷിഹാബെ നീ കാണാൻ പോകുന്നു. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. വിശാല ഇവിടെ മതം മാറ്റും. നിനക്ക് പ്രേമിക്കാൻ വേറെ പെണ്ണുങ്ങളൊന്നും കിട്ടിയില്ലേ? ഇനി സമയങ്ങളുണ്ടോ? കടലാസിലൊക്കെ ഒപ്പിടിച്ച് അവനെ വേഗം കോടതിയിൽ ഹാജരാക്കാൻ നോക്കും. ശരി ശരി. ആ നിന്റെ വിളിക്ക് കേട്ടോ. എൻ്റെ പേഴ്സണൽ നമ്പർ അറിയില്ലേ? ഓക്കെ. ഞാൻ സെയ്ദ് ബാബ തങ്ങള് സാഹിബിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചില്ലേ? ഇരിക്കി ഇരിക്കി. എന്ത് പോലാണ്ട എൻ്റെ എനിക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന നമ്മളെ കാര്യം വിട്. ചിമ്മച്ചിൻ്റെ കാര്യം ആലോചിക്കണ. ഏതാണ്ടോള് ഇതാണ്. എനിക്ക് വേറെ ആരും കിട്ടിയില്ല. ഇർഫോ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ പറയട്ടെ. ഇവിടെ പറയാൻ പറ്റില്ല. എനിക്ക് ഇവിടെ മാത്രം കിട്ടുള്ളൂ. ആ കിട്ടിയോളൂ, ഇവിടെ മാത്രം കിട്ടിയോളൂ. എന്ത് അങ്ങനെ അണിച്ചാ എനിക്ക് സെയ്ദിക്കാന്റെ അമ്മേന്റെ മോളില്ലേ മൈൻഡോളെ നിങ്ങൾ കെട്ടിക്കോ. ഇർഫു ഞാൻ പറയുന്ന കേക്ക് എന്ത് നല്ലതാ. ആയിക്കോട്ടെ. എന്താണ് ഇർഫു ഞാനൊന്ന് പറയുന്ന കേക്ക്? എന്ത് പറയാനാ നിങ്ങൾക്ക്? കുറച്ചേരുമ്പോ വന്നല്ലോ ഇക്കാന്ന് പറഞ്ഞോളാം. ഒച്ച ഉണ്ടാക്കണം നിങ്ങൾ. ഇർഫു ഞാൻ പറയുന്നേ. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അനുവദിച്ചൊരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി അവരെ അവരുടെ പാടായി. ഇവര് തമ്മിൽ ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി സാറ് വേണ്ട പോലെ ചെയ്തു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുട്ടികളെ മാക്സിമം പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പണി കഴിഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ നോക്കിക്കോ. ഓൻ്റെ താത്ത സെലീന അല്ല, ഞാൻ തിന്നൽ കുടിക്കലില്ല. സംഗതി ഓൻ ജൻസനൊക്കെ തന്നെ. പക്ഷെ
പക്ഷെ ഓനിക്ക് പ്രാന്താണ്. കുറെ കാലം ആൽബൈനി അതിന്റെ പിന്നാലെ അങ്ങനെ പോവുക. ആ കഴിഞ്ഞപ്പോ വണ്ടി പ്രാന്ത് ഇപ്പച്ചാണ് അല്ലാണേര്. മോളെ ഓൻ്റെ താത്ത ഇതുകൊണ്ട് പറയാം, ഓനിങ്ങനെ മാറിക്കൊണ്ടിക്കോ. തടി കഴിച്ചിലാക്കി കള. അല്ലച്ച് ബേജാറാണ്ടട്ടാ, ഇനി സമയണ്ട്. ഒന്നും ബേജാറാകണ്ട. ഇർഫോ, മാമൻ പറഞ്ഞ് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിജി. ഇരിക്കി. എന്തെന്നാ പേര്? അനിത. അനിത. ഓനോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാ. ഉഷാറാവുമല്ലേ? സെലീന, ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞ കാര്യം ഓനോട് പറയണ്ട കേട്ടോ, പ്രാർത്ഥന. കൊടുത്തില്ലേ? അല്ല, നിങ്ങളിപ്പോ പള്ളിയിലേക്ക് പോണ്? പ്രായത്തിൻ്റെ പക്വത നീ കാണിക്കണം. ആ ചെക്കന് നിന്നോട് പ്രേമൊന്നുമില്ല. അവരുടെ മതത്തിലെ ആളെ കൂട്ടണം. അതിന് നമ്മുടെ മതത്തിലെ താഴ്ന്ന ജാതിക്കാരാണ് ആവശ്യം. അതിനവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ടും വരുന്നുണ്ട്. ഗണേഷ് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്ത് തീരുമാനം? നിന്റെ തരത്തിനും പ്രായത്തിനും പറ്റിയ ഒരാളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ഓ, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരാളെ ഏട്ടൻ കണ്ടുവച്ചിക്കണല്ലേ? ഞാനും കുറെ ആൾക്കാരെ കണ്ടതാ. അവർക്കൊക്കെ ആവശ്യം മറ്റു ചിലതാ. അങ്ങനെയല്ലാത്ത ഒരാൾ കണ്ടത് ഇർഫാനില്ല. നിന്റെ അഴിഞ്ഞാട്ടത്തിനെ ഞാൻ ഇർഫാനെ വിട്ടിട്ട് വരില്ല. ഞാൻ ഓന്റെ കൂടെ തന്നെ ജീവിക്കും. ഇത്രയും കാലം ഏട്ടൻ തീരുമാനിച്ചില്ലേ, ഇതെന്റെ തീരുമാനം. എനിക്കിങ്ങനെ പെങ്ങളില്ല, നിന്റെ ബന്ധുല്ല. അവർക്ക് ഇനി പോലീസ് കുറച്ചുകൂടെ ഒരത്തിലാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ നടക്കുന്നതാ. മണിയർവാതിലെന്തിനപ്പോ പോലീസുകാരൻ പൊട്ടിയത്? നീ കിടന്ന് എന്തൊക്കെയാണ് ഒപ്പിക്കണാവും. നമ്മളിനിപ്പോ എന്താ ചെയ്യാ? എന്നോട് കൂടെ ഒന്നുമില്ല, ഞാൻ വെളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. മുട്ടുക്കിക്ക, നിങ്ങൾ രണ്ടാളും കടുംപിടുത്തൊന്നും ഒഴിവാക്കണം. അന്നവൻ തന്നെ കിട്ടൂ. ബച്ചിനോട് പലരും കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂപ്പര് സമ്മതിക്കൂ? ചെന്നും മുണ്ടാണ്ട് നിക്കോ. ചെന്തിട്ടാ പറയണത്? എൻ്റെ കയ്യിൽ എന്തുണ്ട്? അനക്ക് ഉപ്പാനോട് കാക്കാനോട് എതിർക്കാനുള്ള ഉസിരുണ്ട. ഓടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. അല്ല പിന്നെ എന്നിട്ടത് ചിലപ്പോ ഒന്നും അത് മാറേണ്ടി വരും. കുഴപ്പമില്ലല്ലോ? ഉണ്ടാ പള്ളി കഴിഞ്ഞ് ഇവിടെ എത്തണ വരെ ബാപ്പാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിക്കണ്. മൂപ്പർക്കെല്ലാം മനസ്സിലായിട്ടുമുണ്ട്. ഞമ്മളൊപ്പം ഞാൻ കൊടുക്കാം. എന്നാ ഉമ്മച്ചിയാ, എന്താ എന്നോട് പറയാണ്ടെന്ന്? ഉമ്മച്ചിന്റെ കുട്ടി മാമൻ പറയണ പോലെ കേക്ക്.
നീ പേടിക്കണ്ട. ബാപ്പ എല്ലാം സമ്മതിച്ചേക്കണേ. കേൾക്കണ്ട ഇജ്ജ്. കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. ഓളെ അനക്ക് കെട്ടിച്ചേരും. മറ്റോട്ടിട്ട് പോരെ. ഓളോട് കാര്യങ്ങളൊക്കെ കേട്ടി പറയും. മോനെ ഇപ്പം നമ്മളോള് പുറത്തൊരു സ്ഥലത്ത് കൊണ്ടാക്കണ ബുദ്ധിയല്ല. അവിടെ ഓളെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. നമുക്കോളെ റെസ്റ്റ് ഹോമിലാക്കാം. അവിടെ ആകുമ്പോൾ പോലീസുകാരൊരു നോട്ടം ഉണ്ടാകും. പക്ഷെ അനിത പോലീസുകാരോട് പറയണം, ഞാൻ വീട്ടിൽ പോവില്ല, റെസ്ക്യൂ ഹോമിലേക്കേ പോകുന്നു. നാളെ ഇപ്പം ഞായറാഴ്ചയല്ലേ, തിങ്കളാഴ്ച നമുക്ക് കാര്യങ്ങളൊക്കെ ആണ് തീരുമാനിക്കാം. ഇനിയൊരു തീരുമാനം പറയണ്ട ഇജ്ജ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അനിതേനെ പറയല്ലേ പറയല്ലേ. അതൊക്കെ മാമന് വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തോണ്ടല്ല മാമ. ഇനിയിപ്പോ പോലീസുകാർ ഒന്നുമില്ല. നീ അവളോട് കാര്യം പറയും, നീ അവളോട് കാര്യം പറയും. കേട്ടി ഈ പോയിക്കോ. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയോ? അല്ലേ നീ റെസ്ക്യൂമിൽ പോണല്ലേ നല്ലത് അല്ലേ? അതാകുമ്പോൾ സേഫ് ആയിരിക്കുമല്ലോ. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും ഇർഫാനെ. അവൾക്ക് പറ്റൂടോ? ഞാനില്ലേ? ഇങ്ങോട്ടോക്ക്. നീ ഇപ്പോൾ ഒരക്കെ എന്നെ തീർത്താലും ഞാൻ വരും. അബു കാര്യമൊക്കെ പറഞ്ഞില്ലേ? എൻ്റെ ഉമ്മക്കാരെയാണ് എൻ്റെ കാര്യം പറഞ്ഞിട്ട്. ഞാനും സെലീനും പോവാണ്. ഇജ്ജ് കലീലിനോട് ബാ, ബാക്കിയൊക്കെ പെരേപ്പി പറയാ. പോണ്ടല്ലേ? പോണ്ട, ഞാൻ വാപ്പാനോട് പറയാം. എല്ലാം ശരിയോ? ചെല്ല്, നീ പോ. ഞാൻ വരും. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ പോയി.
ഇനി നിന്റെ പരിപാടി എന്താണ്? നേരെ തന്നെ ചന്ദ്രനെ വിളിച്ചിട്ട് ഇവിടെ വീട്ടിലേക്ക് വിടാനുള്ള കാര്യങ്ങൾ വേണ്ട സർ, ഞാൻ വീട്ടിലേക്ക് പോണില്ല. വീട്ടിലേക്ക് പോകുന്നില്ലേ? പിന്നെ അങ്ങോട്ട് പോകാനാ? ഞാൻ റെസ്ക്യൂ ഹോമിലേക്ക് പൊയ്ക്കോളാം. നീ എവിടെ പോകണം പോകണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, പോലീസാണ്, നീയല്ല. നീ റെസ്ക്യൂ ഹോമിലേക്ക് പോകുന്നില്ല. എടോ താൻ ചന്ദ്രനെ വിളിക്ക്, ഇവിടെ വീട്ടിലേക്ക് പറഞ്ഞേക്ക്. അവിടെ ഇരിക്കും. ഹലോ ഇർഫാൻ, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ. ഇവരെന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാ. വേണ്ട വേണ്ട, വീട്ടിലേക്ക് പോകണ്ട. നിൽക്കുക, ആ പോലീസുകാരങ്ങനെ പലതും പറയും. ഞാനിപ്പോൾ വരാം. ടെൻഷനാവണ്ട. ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്നു. വണ്ടി ഇരിക്കുന്നു. അങ്ങോട്ട് അവളെ പെരയെ കൊണ്ടുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞു പെരക്കല്ലോടെ പോണ്ടേ? അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞു. ആ തീരുമാനം വലുത് മാറും. എൻ്റെ പ്രാന്തത്ത് പിടിക്കലാണോ നമ്മളെ പണി? മര്യാദക്ക് അടങ്ങിയിരുന്നോ? വണ്ടി നിർത്തിക്ക. ഇരിക്കാൻ പറ്റില്ല. ഒന്നും ചെയ്യണ്ട. അലിയേ ഫോൺ പിടി. ഫോൺ കഴിക്കാം. എടുത്തോ. അത് നടക്കില്ല സാറേ. അവളുടെ പേര് പറഞ്ഞ് ഞാൻ അവനെ വിളിക്കേണ്ടതാ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അവളിവിടെ നിൽക്കുന്നത് നമുക്കും തലവേനയാ. അവളെ റെസ്ക്യൂ ഹോമിലേക്ക് കൊണ്ടുപോകാം. ഉമ്മ എവിടെ? ഓളെ അബുവിൻ്റെ കൂടെ കൊണ്ടാക്കി. അതെന്തിന്? മനസ്സുണ്ടായിട്ട് ഞാൻ പുറത്തേക്ക് പറഞ്ഞുകൂടെ ഓളോടെ വേണമല്ലേ? ജി പടിക്ക് പുറത്തിറങ്ങൂല. നിങ്ങളെ കൂടെ എന്നെ പറ്റിക്കണായിരുന്നല്ലേ? പിന്നെ അനക്കെ ഓളെ പിടിച്ച് കെട്ടിച്ചേരടാ. ഇർഫോ, ഉപ്പാക്ക് ഈ മഹലിൽ സ്ഥാനമാനങ്ങളും പേരൊക്കെ ഉണ്ട്. മോനായിട്ട് അത് കളയരുത്. നോക്ക്, ഞമ്മക്ക് പറ്റിയ ബന്ധമല്ലത്. ജാതി വേറെ, മതം വേറെ. പോരാത്തതിനുള്ള എന്നേക്കാൾ 5-6 വയസ്സ് മൂത്തതാ. ഇജ്ജ് തണ്ടും മറന്നാളാ. ഓളാ ജാതി ഓളുടെ കുഴപ്പം. ഞാൻ ഈ ജാതി എൻ്റെ ഗുണമാണ്. നബി ഖദീജാബിനെ കല്യാണം കഴിക്കുമ്പോൾ 15 വയസ്സിന് ഒപ്പുണ്ട്. കുളം മറക്കാൻ പറ്റൂല. അപ്പം സത്യമായിട്ട് ഒന്നിനും വരില്ല. അപ്പം ഒരു ചീത്ത പേരും ഉണ്ടാക്കൂല. ഉറപ്പല്ല. ഞങ്ങൾ എങ്ങോട്ടേലും പോയിക്കോളാം. പോകോ. ഈ വാല് പറഞ്ഞിട്ട് എങ്ങോട്ടാ പോണേ? വാ പറഞ്ഞിട്ടില്ലേ? ഞാൻ അവിടെ ഇറക്കിക്കൊണ്ടിരാൻ പോവാ. അനിത നിങ്ങളുടെ കൂടെ വരുമോ? വരേണ്ടതാണ്. ഞാൻ അവളുടെ ഒരു കാര്യത്തിനെതിരെ നിന്നിട്ടില്ല. അവൻ അവളെ അന്വേഷിച്ച് എന്ന് വരുന്നു അന്ന് അവളുടെ കൈ പിടിച്ച് ഞാൻ കൊടുക്കും. ആ മോളെ, എന്ത് കോലടി എൻ്റെത്. ചെറിയമ്മ പലവട്ടം പറഞ്ഞതല്ലേ ഈ പ്രേമം മണ്ണാങ്കട്ടയൊന്നും വേണ്ടെന്ന്. ചെറിയമ്മയെ കണ്ട ഒറ്റാന്തടി, മരണം വരെ സന്തോഷം. അനിത തൽക്കാലം ചെറിയമ്മയുടെ കൂടെ പോ. വിഷമിക്കാതടോ, എല്ലാം ശരിയാവും. വേണ്ട ചെറിയമ്മ, ചന്ദ്രേട്ടൻ എന്നെ അവിടെ വന്നിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. ചന്ദ്രനല്ല ഏത് ദേവേന്ദ്രനാണേലും
ഈ കമലുവിന് പുല്ല. എൻ്റെ മുന്നിലൊന്നും നിൽക്കാനുള്ള ധൈര്യമൊന്നും അവനില്ല. മോള് വാ. ഇനി എന്തിനാ വിഷമിക്കണത്? നീ പോയിട്ട് വാ. പോയിട്ട് വാ. ശരി വാ. അനിത, മൊബൈൽ. ശരി. എന്തേ അത് കൊടുക്ക്. എന്താ അവിടെ? പോസ്റ്റ്മോർട്ടം കഴിയാറായി. ആംബുലൻസ് റെഡിയല്ലേ? എന്താണ് നിങ്ങളുടെ മകന്റെ പേര്? ഇർഫാൻ. ആദ്യം ബോഡി കണ്ടത് ആരാ? ആലോചിച്ച് പറഞ്ഞാൽ മതി. സമാധാനമായല്ലേ? എവിടെ? ഇർഫാനെ കണ്ടോ? ഇർഫാൻ 2 ദിവസമായിട്ട് വഴിക്ക് വന്നിട്ടില്ലല്ലോ. 2 ദിവസമായിട്ട് ആ ബൈക്ക് അവിടെ ഇരിക്കുന്നു കാണാണ്ട്. എന്തു പറ്റി? ഒന്നുമില്ല.